ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ദിവസം കൂടെ നമുക്കൊരുമിച്ചായിരിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചതിനെ ഓർമ്മിച്ച് ഞാൻ ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. ഇന്ന് പെന്തക്കോസ്ത് ഞായറാണ്. പെന്തക്കോസ്ത് ഞായറാഴ്ചയായ ഈ ദിവസം നവമാധ്യമത്തിലൂടെ നിങ്ങളോട് സംവദിക്കുവാൻ ഒരു അവസരം കൂടെ ഒരുങ്ങുകയാണ്. ആയതുകൊണ്ട് തന്നെ ഈ ദിവസം ധ്യാന ചിന്തകൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം കം ഹോളി സ്പിരിറ്റ് ട്രാൻസ്ഫോം ദ ഹോൾ ക്രിയേഷൻ. പരിശുദ്ധാത്മാവെ വന്ന സർവസൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ വന്ന സർവസൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആരംഭിക്കാം. കണ്ണടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും കാരുണ്യവാനുമായിരിക്കുന്ന നല്ല ദൈവമേ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസവും ദൈവസന്നിധിയിലായിരിക്കുവാൻ ഒരവസരം ഞങ്ങൾക്ക് ദാനമായി നൽകിയല്ലോ. പരിശുദ്ധനായ പുണ്യകർത്താവേ, പെന്തക്കോസ്ത് ഞായറാഴ്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ് ലോകത്തിൽ സംജാതമായതെന്ന് വളരെ വ്യക്തമായി ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്ന സർവസൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭാഗവാക്കുകളായി നിന്നുകൊണ്ട് സമൂഹത്തിൻ്റെ ഉദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാകുവാൻ ഞങ്ങളെയും അങ്ങ് സഹായിക്കുമാറാകണമേ എന്ന് യാചിക്കുന്നു. അടിയന്റെ വായിലെ വാക്കുകളും പ്രിയമക്കളുടെ ഹൃദയങ്ങളിലെ ധ്യാനവും തിരുമുമ്പാകെ എപ്പോഴും പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ആമേൻ. പെന്തക്കോസ്ത് ഞായർ. പെന്തക്കോസ്ത് എന്ന ഗ്രീക്ക് പദം 50-ാം ദിവസം എന്ന അർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പുരാതന ജനത ഒരു കാർഷിക പെരുന്നാളായിട്ടാണ് പെന്തക്കോസ്തിനെ ആഘോഷിച്ചിരുന്നത്. ബാർലി കൊയ്ത്ത് അവസാനിച്ച് ഗോതമ്പ് കൊയ്ത്ത് ആരംഭിക്കുന്ന ദിവസം. ബാർലി കൊയ്ത്ത് ആരംഭിച്ച് 7 ആഴ്ച കഴിയുമ്പോഴാണ് ഗോതമ്പ് കൊയ്ത്ത് ആരംഭിക്കുന്നത്. ഈ പെരുന്നാളിന് എബ്രായ ഭാഷയിൽ ഷാബു ഓത്ത് അഥവാ ആഴ്ചകളുടെ പെരുന്നാൾ, വാരോത്സവം എന്നൊക്കെ പറയാറുണ്ട്. ഒരു കാർഷിക ഉത്സവമായി പെന്തക്കോസ്ത് പെരുന്നാൾ ആരംഭിച്ചെങ്കിലും പിൽക്കാലത്ത് സീനായി മലയിൽ വെച്ച് കൽപ്പനകൾ അഥവാ നിയമം ലഭിച്ചതിൻ്റെ സ്മരണാർത്ഥം ഈ പെരുന്നാൾ ആഘോഷമാക്കുവാൻ ഇസ്രായേൽ ദിനം തീരുമാനിച്ചു എന്നും ചരിത്രം പറയുന്നു. 2 ദിനവൃത്താന്തം 8:13, 15:10 മുതൽ 15 വരെ എന്നീ ഭാഗങ്ങളിലെ വിവരണമനുസരിച്ച് രാജാക്കന്മാരുടെ കാലത്തായിരിക്കണം ഇപ്രകാരമുള്ള അല്ലെങ്കിൽ പെന്തക്കോസ്ത് എന്ന ആ ഉത്സവം ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ സ്മരണാർത്ഥം അവർ ആഘോഷിച്ചു തുടങ്ങിയത് എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പഴയ നിയമത്തിലെ പെന്തക്കോസ്ത് പെരുന്നാളിന് ഒട്ടേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇസ്രായേൽ ജനത്തിന് സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാൾ. 2, സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മ പുതുക്കൽ ദിനമായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാൾ. 3, ദൈവാനുഗ്രഹം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഓരോ ഇസ്രായേലിയനും കാത്തിരുന്ന ദിവസമായിരുന്നു പെന്തക്കോസ്ത്. 4, പരദേശികളെ ചേർത്ത് പിടിക്കാൻ, അവരെ സ്വതന്ത്രരാക്കാൻ ഇസ്രായേൽ ജനം കണ്ടെത്തിയ ദിവസമായിരുന്നു പെന്തക്കോസ്ത് പെരുന്നാൾ. 5, അനാഥരെയും വിധവമാരെയും സഹായിക്കാൻ പ്രത്യേകം വേർതിരിച്ച ദിവസമായിരുന്നു പെന്തക്കോസ്ത്. ഇതൊക്കെ പഴയ നിയമ പശ്ചാത്തലമായി നിൽക്കുമ്പോൾ പുതിയ നിയമത്തിൽ പെന്തക്കോസ്തിന് വളരെ വലിയ പ്രാധാന്യം നൽകി അവതരിപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ 7:37 യേശു തന്നെ പറയുകയാണ്, ഉത്സവത്തിൻ്റെ അഥവാ പെന്തക്കോസ്ത് പെരുന്നാളിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ ജീവജലത്തിൻ്റെ നദികൾ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകും. ഈ വാഗ്ദാനം ഉയർപ്പിന്റെ 50-ാം ദിവസം പെന്തക്കോസ്ത് നാളിൽ പൂർത്തീകരിച്ചതായിട്ട് സഭ ഇന്നും വിശ്വസിച്ചു വരുന്നു. പെസഹ പെരുന്നാൾ കഴിഞ്ഞ് 50-ാം ദിവസമാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. പെസഹ പെരുന്നാളിന് ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. 40-ാം ദിവസം കഴിഞ്ഞ് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. 10 ദിവസത്തിന് ശേഷം പരിശുദ്ധാത്മാവ് തൻ്റെ ജനങ്ങളുടെ ശിഷ്യന്മാരുടെ ഇടയിൽ വന്നു എന്ന്
അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് വന്നത് രഹസ്യമായിട്ടല്ല. ഒന്നായി വന്ന അവിടെ സന്നിഹിതനായിരുന്നവരുടെ എണ്ണമനുസരിച്ച് പല നാവുകളായി പിരിഞ്ഞ് അവരുടെ മേൽ പതിയുകയാണ് ഉണ്ടായത്. ലൂക്കോസ് 3:16 യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ തീ കൊണ്ടുള്ള സ്നാനം അന്ന് അവർക്ക് ലഭിച്ചു എന്ന് വ്യാഖ്യാനിക്കുന്ന വേദപണ്ഡിതന്മാരും ലോകത്തുണ്ട്. സീനായി മലയിൽ തീയുടെ നടുവിൽ പ്രത്യക്ഷനായ ദൈവം തന്നെയാണ് ഇവിടെയും ഇടിമുഴക്കത്തോടെ ഇറങ്ങി വന്നിരിക്കുന്നത്. നാവുകളായി പരിശുദ്ധാത്മാവ് വന്നത് സംസാരത്തിന്റെ പ്രതീകമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. പെന്തക്കോസ്തിന് എബ്രായരും യഹൂദരും ആദിമസഭയും അപ്പോസ്തലന്മാരും ക്രിസ്തീയ സമൂഹവും ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കാൻ കാരണം പെന്തക്കോസ്ത് ദിനത്തിലെ ദൈവാത്മാവിൻ്റെ അഥവാ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. അങ്ങനെയെങ്കിൽ COVID-19 എന്ന ഈ മഹാമാരി ലോകമെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന, ലോകമെമ്പാടും പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യമായ ഒരു വിഷയമാണ് അഥവാ പ്രാർത്ഥനയാണ് നാം ധ്യാനവിധേയമാക്കുന്നത്. കം ഹോളി സ്പിരിറ്റ്, ട്രാൻസ്ഫോം ദ ഹോൾ ക്രിയേഷൻ. പരിശുദ്ധാത്മാവെ വന്ന സർവസൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണമേ. സത്യത്തിൽ ഇതൊരു പ്രാർത്ഥനയാണ്. വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ സജീവമായി ഇടപെട്ട ഒരു വ്യക്തിത്വമായിരുന്നു പരിശുദ്ധാത്മാവ്. ഉൽപ്പത്തി 1:2 ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സമവീക്ഷണ സുവിശേഷങ്ങളിൽ യേശുവിന്റെ മനുഷ്യാവതാരത്തോട് ബന്ധിപ്പിച്ചാണ് പരിശുദ്ധാത്മാവിന്റെ പല പ്രവർത്തനങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നത്. ലൂക്കോസ് 1:35 ഗബ്രിയേൽ ദൂതൻ മറിയോട് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കും. ലൂക്കോസ് 2:40 പ്രാവുരൂപത്തിൽ സ്നാനസമയത്ത് യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 2:1-2 വാക്യങ്ങൾ അനുസരിച്ച് കൊടിയ കാറ്റടിക്കും പോലെയും ഇടിമുഴക്കം പോലെയും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്ന് കാണാം. എങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവ് വന്നാലും വന്ന വ്യക്തികൾ, വന്ന സ്ഥലങ്ങൾ, ഇവയ്ക്കൊക്കെ മാറ്റം സംഭവിച്ചു എന്നും വ്യക്തമായി തിരിച്ചറിയാം. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചപ്പോൾ പാഴും ശൂന്യവുമായിരുന്ന ഭൂമി സുന്ദരമായ പ്രപഞ്ചമായി മാറി. പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വന്നപ്പോൾ മറിയ ദൈവപുത്രനായിരിക്കുന്ന മെശിഹയ്ക്ക് ജന്മം നൽകി. പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നപ്പോൾ യേശു ശുശ്രൂഷകൾക്കായി ഇറങ്ങി. പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ വന്നപ്പോൾ അവർ അന്യഭാഷകളിൽ സംസാരിക്കുക മാത്രമല്ല, ഭൂമിയുടെ അറ്റത്തോളം കടന്നുപോയി അവർ യേശുവിനെ സാക്ഷിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ സംഗ്രഹിക്കാം: പരിശുദ്ധാത്മാവ് വന്ന വ്യക്തികളുടെ ജീവിതം മാറിമറിഞ്ഞു. മാത്രവുമല്ല, ലോകമറിയപ്പെടുന്ന ആളുകളായി അവർ മാറുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് വന്ന വ്യക്തികളുടെ ജീവിതം മാറിമറിഞ്ഞു. മാത്രവുമല്ല, അവർ ലോകമറിയപ്പെടുന്ന വ്യക്തിത്വങ്ങൾക്ക് ഉടമകളായി മാറുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് വന്ന ചില വ്യക്തികളുടെ അനുഭവം നാം ഒന്ന് പഠിച്ചു നോക്കുക. മറിയ ആരും അറിയപ്പെടാതെ പോകേണ്ട ഒരു സാധാരണ സ്ത്രീ ആയിരുന്നു മറിയ. പക്ഷേ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നപ്പോൾ അവൾ ലോകമറിയുന്ന, ലോകം അംഗീകരിക്കുന്ന, ലോകം ആരാധിക്കുന്ന, ലോകം ആദരിക്കുന്ന ഒരു വ്യക്തിയായി മാറുകയാണ്. യേശു യഹൂദയിലെ അല്ലെങ്കിൽ ഇസ്രായേലിലെ അല്ലെങ്കിൽ യെരുശലേമിലെ ഒരു തച്ചനായി മാത്രം ജീവിക്കേണ്ടുന്ന വ്യക്തി. പക്ഷേ യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ കഴിഞ്ഞ 30 വർഷം കൊണ്ട് യേശു ചെയ്ത ഒരുപാട് കാര്യങ്ങളല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് പരസ്യമായിട്ട് യേശുവിന്റെ മേൽ വന്നതിന് ശേഷം 3.5 വർഷം കൊണ്ട് യേശു പറഞ്ഞതും പ്രവർത്തിച്ചതും വ്യാഖ്യാനിച്ചതുമായ കാര്യങ്ങൾ കഴിഞ്ഞ 2000 വർഷം കൊണ്ട് ലോകം പഠിച്ചിട്ടും പ്രസംഗിച്ചിട്ടും ഗവേഷണം നടത്തിയിട്ടും മതിയാകുന്നില്ല. അതായത് പരിശുദ്ധാത്മാവ് പരസ്യമായിട്ട് യേശുവിന്റെ മേൽ വന്നതിന് ശേഷം 3.5 വർഷം
യേശുവിൻ്റെ ജീവിതം മാറിമറിഞ്ഞ വർഷമായിരുന്നു എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയാം. ശിഷ്യന്മാർ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ബഹുഭൂരിപക്ഷവും ആരും അറിയപ്പെടാതെ പോകേണ്ടുന്ന സാധാരണക്കാരായിരുന്നു. പക്ഷേ യേശുവിലൂടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ദൈവാത്മാവിന്റെ സാന്നിധ്യം അവരുടെ മേൽ പകരപ്പെട്ടതിന്റെ ഫലമായിട്ട് ലോകം കീഴടക്കുന്ന, ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്ന പേരിന് ഉടമകളായി യേശുവിൻ്റെ ശിഷ്യന്മാർ മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസായി രൂപാന്തരം പ്രാപിച്ച ശൗല് വളരെ വ്യക്തമായി സ്വന്തം വാക്കുകളിലൂടെ സാക്ഷിക്കുകയാണ്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നതുകൊണ്ടാണ്, ദൈവം എന്നിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ പകർന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീരുവാൻ കാരണം. സാധാരണക്കാരായ ഇവരുടെ ജീവിതങ്ങൾ മാറിമറിഞ്ഞത് ഇവരുടെ ഉള്ളിൽ പ്രവേശിച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കം ഹോളി സ്പിരിറ്റ്, റിന്യൂ us. പരിശുദ്ധാത്മാവെ വന്ന് ഞങ്ങളെ പുതുക്കേണമേ. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വരിക? പരിശുദ്ധാത്മാവ് വരാൻ വേദപുസ്തകത്തിലെ പ്രിയപ്പെട്ടവർ എന്ത് ചെയ്തു? ഇത് നമ്മൾ പഠിക്കണം. മലാഖി മുതൽ മത്തായി വരെയുള്ള 400 വർഷക്കാലം മെസ്സിഹ എൻ്റെ ഉദരത്തിൽ വന്നു പിറക്കണമെന്ന് ഓരോ യഹൂദ സ്ത്രീയും അവരുടെ ഭവനങ്ങളിലും അവരുടെ ചുറ്റുപാടുകളിലും ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തത് പാപം പിടിച്ച ദാരിദ്ര്യവാസിയായ മറിയയായിരുന്നു. എന്തുകൊണ്ടായിരിക്കാം ദൈവം മറിയയെ തിരഞ്ഞെടുത്തത്? ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഒരിക്കലും അപ്രതീക്ഷിതമല്ല. പിന്നെയോ, ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ കുറേ നാളുകൾ, അല്ലെങ്കിൽ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ പോകുന്നതിന് മുമ്പ് കുറേ നാളുകൾ അവരെ വളരെ വ്യക്തമായി നിരീക്ഷിക്കാം. ദൈവം മറിയയെ നിരീക്ഷിച്ചപ്പോൾ ഇവൾ യോഗ്യ എന്ന് ദൈവം കണ്ടു. ദൈവം മറിയയെ നിരീക്ഷിച്ചപ്പോൾ അവൾ യോഗ്യ എന്ന് ദൈവം കണ്ടു. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറിയയുടെ ഉള്ളിൽ ഗർഭത്തിൽ പേറുന്ന കുഞ്ഞുമായി എലിസബത്തിനെ കാണുവാൻ പോകുന്ന ഒരു രംഗം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറിയയും എലിസബത്തും പരസ്പരം വന്ദനം ചെയ്ത് കഴിഞ്ഞപ്പോൾ മറിയ തൻ്റെ സ്തോത്രാലാപനം അവതരിപ്പിക്കുകയാണ്. മറിയയുടെ പാട്ട് എന്ന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗം നാം പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് യിരെമ്യാവിൻ്റെയും യെശയ്യാവിൻ്റെയും പ്രവചനങ്ങളായിരുന്നു മറിയ എന്ന പെൺകുട്ടി ഉരുവിട്ടത് എന്ന് വളരെ വ്യക്തം. നമുക്ക് തിരിച്ചറിയാം, ഒരു സാധാരണക്കാരിയായിരിക്കുന്ന യഹൂദ സ്ത്രീ, ഒരു സാധാരണക്കാരിയായിരിക്കുന്ന യഹൂദ പെൺകുട്ടിക്ക് ന്യായപ്രമാണ പുസ്തകം കൈകൊണ്ട് തൊടുവാൻ പോലും കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്രയധികം വാക്യങ്ങൾ, ഇത്രയധികം വേദഭാഗങ്ങൾ മറിയ എന്ന ഈ സാധാരണക്കാരിയായ പെൺകുട്ടി എങ്ങനെ മനഃപ്പാഠമാക്കി? അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, മറിയ എന്ന ഈ സാധാരണക്കാരി അവൾ സുനഗോഗുകളിൽ പോയിരുന്നത് വെറുതെ മടങ്ങുവാൻ വേണ്ടിയിട്ടല്ല. ഒരു ചെവിയിൽ കൂടെ കേൾക്കുന്നത് മറു ചെവിയിൽ കൂടെ കളഞ്ഞിട്ട് തിരികെ എത്തുവാൻ വേണ്ടിയിട്ടല്ല. അങ്ങോട്ട് പോയിട്ട് ഒഴിഞ്ഞ പാത്രമായി മടങ്ങി വരുവാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവിടെ നിന്നും എന്തൊക്കെയോ പ്രാപിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സുനഗോഗുകളിലെ വേദപുസ്തക വായന, സുനഗോഗുകളിലെ ന്യായപ്രമാണ പുസ്തക വ്യാഖ്യാനം, സുനഗോഗുകളിലെ തിരുവചന സന്ദേശങ്ങൾ, ഇതൊക്കെ അവൾ വളരെ സൂക്ഷ്മതയോടുകൂടെ നിരീക്ഷിച്ച് ഹൃദയത്തിൽ സംഗ്രഹിച്ചു വച്ചിരുന്നു. ഇങ്ങനെ വ്യത്യസ്തയായിട്ട് ദൈവാലയത്തിൽ കടന്നു പോകുന്ന, വ്യത്യസ്തയായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന, വ്യത്യസ്തയായിട്ട് ദൈവവുമായി ബന്ധപ്പെടുന്ന മറിയയെ ദൈവം തിരഞ്ഞെടുത്തു എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. ദൈവം എന്നെ തിരഞ്ഞെടുക്കുന്നത്, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് അപ്രതീക്ഷിതമായിട്ടല്ല എന്ന് ഓരോ മനുഷ്യനും മനസ്സിലാക്കണം. ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ പോകുന്നതിന് മുമ്പായിട്ട് വളരെ വ്യക്തമായി നിരീക്ഷിക്കും. ഇവൻ എനിക്ക് കൊള്ളാവുന്നവനാണോ, ഇവൾ എനിക്ക് കൊള്ളാവുന്നവളാണോ? ദൈവത്തിന് കൊള്ളാമെന്നുള്ള പാത്രമായി തീരുവാൻ നമുക്ക് കഴിയുമെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ മാത്രമേ ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവം രാജാക്കന്മാരായി, അല്ലെങ്കിൽ രാജാക്കന്മാരെ വാഴിക്കുവാൻ തീരുമാനിച്ചപ്പോൾ
ഇസ്രായേലിന്റെ ആദ്യ രാജാവായി തിരഞ്ഞെടുത്തത് ശൗലിനെയായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ദൈവം ശൗലിനെ തിരഞ്ഞെടുക്കുവാൻ കാരണം? ശൗലിനെ ഒരു പ്രത്യേക സുപ്രഭാതത്തിൽ ദൈവം തിരഞ്ഞെടുത്തതല്ല, മറിച്ച് യഹോവ പറയുന്ന കാര്യങ്ങൾ അണുവിട തെറ്റാതെ അപ്പടി നിർവഹിക്കുവാൻ അനുസരണയുള്ള വിശ്വസ്ത പടയാളിയായിരുന്ന ശൗൽ അവൻ വിശ്വസ്തനാണ് എന്ന് ദൈവം കണ്ടു. ഇസ്രായേലിന്റെ ആദ്യ രാജാവായിരിക്കുവാൻ ഇവൻ ബെസ്റ്റ് ആൻഡ് ബെറ്റർ ആണെന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് ദൈവം അവനെ തിരഞ്ഞെടുത്തത് എന്ന് വളരെ വ്യക്തമായി തിരിച്ചറിയാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം നിരീക്ഷിക്കുമ്പോൾ എന്നിൽ ദൈവത്തിന് കൊള്ളാവുന്നുള്ള എന്തെങ്കിലും, എന്നിൽ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും എനിക്ക് സംഭാവന ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. യേശു പരസ്യ ജീവിത സമയത്ത് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ യേശുവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ ഓടി വന്ന് പറയുകയാണ്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിച്ചോളാം. യേശു അവനെ മുടക്കങ്ങൾ പറഞ്ഞ്, അല്ലെങ്കിൽ യേശു അവനെ മടക്കി അയക്കുന്ന കാഴ്ചയാണ് വേദപുസ്തകം കാട്ടിത്തരുന്നത്. എന്നാൽ അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ യേശു പറയുകയുണ്ടോ, മനുഷ്യ നീ വന്ന എന്നെ അനുഗമിക്കുക. അപ്പോൾ അവൻ പറയുകയാണ്, അല്ല ഗുരു, എനിക്ക് ഇപ്പൊ സമയമൊന്നുമില്ല, എൻ്റെ അപ്പൻ വീട്ടിൽ മരിച്ചു കിടക്കുകയാണ്, അപ്പനെ കുഴിച്ചിടുവാൻ വേണ്ടി കുറച്ച് ആളുകളെ കിട്ടുമോ എന്ന് അറിയുവാൻ വേണ്ടി ഞാൻ ജംഗ്ഷനിലേക്ക് കടന്നു പോവുകയാണ്. യേശു അവനെ പുറകെ നിർബന്ധിക്കുകയാണ്, മനുഷ്യൻ നിന്റെ എനിക്ക് ആവശ്യമുണ്ട്, നീ വാ, നിന്റെ എനിക്ക് ആവശ്യമുണ്ട്, നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പിന്നാലെ നടന്ന യേശു നിർബന്ധിക്കുവാൻ കാരണം അവനിൽ എന്തോ നന്മയുള്ള ഗുണം കർത്താവ് കണ്ടു എന്നത് തന്നെയാണ്. ദൈവം എന്നെ തിരഞ്ഞെടുക്കുമ്പോൾ, ദൈവം എന്നെ തിരഞ്ഞെടുക്കുവാൻ എൻ്റെ പിന്നാലെ വരണമെങ്കിൽ എന്നിൽ നിന്ന് ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല ഗുണമെങ്കിലും പുറപ്പെട്ടേ മതിയാകൂ. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇപ്രകാരം സംഗ്രഹിക്കാം. ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വിശ്വസ്തയോടുകൂടെ നിറവേറ്റി വേദപുസ്തകം ധ്യാനിച്ച് കൂട്ടായ്മകളിൽ പങ്കെടുത്ത പ്രാർത്ഥനയോടെ കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. ഒന്നുകൂടെ പറയാം, ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റി വേദപുസ്തകം ധ്യാനിച്ച് കൂട്ടായ്മകളിൽ പങ്കെടുത്ത പ്രാർത്ഥനയോടെ കാത്തിരുന്നാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് മാറ്റമാണ് സംഭവിക്കുക? നാം ഒന്ന് വളരെ വ്യക്തമായി ചിന്തിക്കണം. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് സംഭവിക്കുവാൻ പോകുന്നത് നമ്മുടെ വേർതിരിവുകൾ ഇല്ലാതാകും എന്നതാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ ഒന്നാമത് സംഭവിക്കുന്നത് നമ്മുടെ വേർതിരിവുകൾ ഇല്ലാതെയാകും. കഴിഞ്ഞ 3 ദിവസമായി വർത്തമാന പത്രങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയാണ്, അമേരിക്കയിൽ ഒരു വെളുത്ത വർഗക്കാരനായിരിക്കുന്ന പോലീസ് ഓഫീസർ ഒരു കറുത്ത വർഗക്കാരനായിരിക്കുന്ന ജോർജ് ഫ്ലോയിഡ് എന്ന് പറയുന്ന മനുഷ്യനെ മോഷണക്കുറ്റം ആരോപിച്ച് റോഡിൽ കമിഴ്ത്തി കിടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കാൽമുട്ട വച്ച് ഞെരുക്കി കൊന്നുകളയുന്ന കാഴ്ച. അമേരിക്കയിൽ പല ഭാഗത്തും ഇന്ന് ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ കൊന്ന വെളുത്ത വർഗക്കാരനും കൊല്ലപ്പെട്ട കറുത്ത വർഗക്കാരനും രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്. പക്ഷേ ഒരുവന് മറ്റവനെ സഹോദരനെ പോലെ കാണാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ല. കാരണം ക്രിസ്ത്യാനികളാണ് എന്ന് സ്വയം അഭിമാനിക്കുന്ന പലരുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല. ക്രിസ്ത്യാനികളെന്ന് വീമ്പിളക്കി നടക്കുന്ന പല ആളുകളുടെയും ഉള്ളിൽ ദൈവാത്മാവില്ല. ക്രിസ്ത്യാനികളെന്ന് വീമ്പിളക്കി നടക്കുന്ന, ക്രിസ്ത്യാനി എന്ന പേര് പറഞ്ഞ് നടക്കുന്ന പല ആളുകളുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 2:1 മുതൽ 13 വരെയുള്ള വിവരണം അനുസരിച്ച് ആ കൂടിയിരുന്ന ആളുകളുടെ ആ ചരിത്രം നാം ഒന്ന് വിവരിച്ചു നോക്കുക. അവിടെ 16 സ്ഥലങ്ങളിലെ അഥവാ 16 രാജ്യങ്ങളിലെ ആളുകളാ ഒരുമിച്ച് കൂടിയിരുന്നത്. അവിടെ മേദ്യർ, എലാമ്യർ, മെസപ്പൊത്തോമ്യർ, യഹൂദ്യക്കാർ, കപ്പദോക്യക്കാർ, പൊന്തോസ്, ആസ്യ, ഫ്രുഗിയ, പമ്പൂല്യ, മിസ്രയീം, കുറേന്, ലിബ്യ പ്രദേശങ്ങൾ, റോമയിൽ നിന്ന് വന്നു പാർക്കുന്നവർ, യഹൂദ മതാനുസാരികൾ, ക്രേത്യർ, അറബിക്കാർ തുടങ്ങി ഒരു വലിയ സമൂഹം അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന കാഴ്ച.
ഇവരിൽ വ്യത്യസ്ത സംസ്കാരത്തിന് ഉടമകളായ ആളുകളാണ്. ഇവർ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവരാണ്. ഇവർ വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരാണ്. ഇവർ വ്യത്യസ്ത സാമ്പത്തിക സ്ഥിതിയിൽപ്പെട്ടവരാണ്. ഇവർ വ്യത്യസ്ത നിറത്തിൽപ്പെട്ടവരാണ്. ഇവർ വ്യത്യസ്ത ലിംഗക്കാരാണ്. ഇവരുടെ എല്ലാ വേർതിരിവുകളും പരിശുദ്ധാത്മാവിന്റെ വരവോടുകൂടെ ഇല്ലാതായി എന്ന് വേദപുസ്തകം നമ്മോട് സംസാരിക്കുന്നു. അവർ ഒന്നായി, അവർ ഒരു സമൂഹമായി മാറുകയാണ്. സത്യത്തിൽ വേർതിരിഞ്ഞു നിൽക്കുന്ന ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഒക്കെ പേരിൽ പരസ്പരം പോരടിക്കുവാൻ, പരസ്പരം യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ശത്രുക്കളായി നിൽക്കുന്ന നമുക്ക് മുന്നിൽ പരിശുദ്ധാത്മാവ് വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ ആത്മാവ് പരിശുദ്ധാത്മാവായി രൂപാന്തരം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ വേർതിരിവുകൾ ഇല്ലാതാകുമെന്ന് വേദപുസ്തകം പറയുമ്പോൾ, വേർതിരിവുകളോടുകൂടെ സമൂഹത്തെ കാണുന്ന നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടുന്ന സമയമാണിതെന്ന് വേദപുസ്തകം നമ്മോട് ഉദ്ബോധിപ്പിക്കുന്നു. അവസാനമായി, പരിശുദ്ധാത്മാവ് വന്നാൽ സർവ സൃഷ്ടിക്കും രൂപാന്തരം സംഭവിക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ സർവ സൃഷ്ടിക്കും രൂപാന്തരം സംഭവിക്കും. പരിശുദ്ധാത്മാവ് മനുഷ്യനെ മാത്രമല്ല, പ്രകൃതിയെയും രൂപാന്തരപ്പെടുത്തും. പരിശുദ്ധാത്മാവിന്റെ ആഗമനം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊടിയ കാറ്റടിക്കും പോലെ, ഇടിമുഴക്കം പോലെ, അഗ്നി പോലെ, പ്രാവിന്റെ രൂപത്തിൽ, ഇങ്ങനെയൊക്കെയാണ്. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിൽ സർവ സൃഷ്ടിയും ഭാഗമാക്കാകും എന്നാണ് വരികൾക്കിടയിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാഗമാക്കാകുക എന്നാൽ രൂപാന്തരം സംഭവിക്കുക എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. കൊറോണ വൈറസ് വന്നപ്പോൾ പ്രതിരോധമായി ലോകരാഷ്ട്രങ്ങൾ ലോക്ക്ഡൗൺ നടപ്പിലാക്കി. തൽഫലമായി വാർത്താമാധ്യമങ്ങൾ പറയുന്നത് അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞു, ഹിമാലയ സാനുക്കൾ പട്ടണങ്ങളിൽ നിന്ന് പോലും ദൃശ്യമായി, ഓസോൺ പാളിയിലെ വിള്ളൽ അടഞ്ഞു, കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി കുറഞ്ഞു എന്നൊക്കെയാണ്. എന്നാൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പതിയെ പതിയെ നാം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. രോഗത്തിനെതിരെ മുൻകരുതലുകൾ സ്വീകരിച്ച ജാഗ്രതയോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മെ ശക്തീകരിക്കാൻ, നമ്മെ മുന്നോട്ട് നയിക്കാൻ, നമ്മെ വഴികാട്ടാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭയക്കാതെ ഈ രോഗത്തെ അതിജീവിക്കുവാൻ കഴിയൂ. നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിവിധി മരുന്ന് ഏറെ താമസിയാതെ സാധ്യമാക്കാൻ കഴിയൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ രോഗബാധിതരെ സൗഖ്യത്തിലേക്ക് നമുക്ക് ആനയിക്കുവാൻ കഴിയൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളരെ വേഗത്തിൽ സാധാരണ ജീവിതം സാധ്യമാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ വന്ന് സർവ സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ വന്ന് സർവ സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്തണമേ. ഈ പ്രാർത്ഥനയോടുകൂടെ നമുക്കായിരിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതങ്ങൾ മാത്രമല്ല, ഈ പ്രകൃതിയെയും രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങളെയും ദൈവകൃപയാൽ ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.